ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്കൊരു ദിവസം കൂടി ദൈവവചന പഠനത്തിനായിട്ട് കൂടി വരുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 8-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം വരെ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. 8-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് നാം ജഡത്തെ എങ്ങനെയാണ് ജയിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ചാണ് നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 7-ാമത്തെ അധ്യായത്തിൽ ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കാൻ കഴിയാത്തതിൻ്റെ കാരണമായിട്ട് നമ്മൾ പഠിച്ചത് നമ്മുടെ ജഡത്തിൽ ന്യായപ്രമാണം അനുസരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രശ്നത്തിൻ്റെ പരിഹാരം എന്താണ് എന്നുള്ള വിശദമായിട്ടുള്ള വിവരണമാണ് നമുക്ക് 8-ാമത്തെ അധ്യായത്തിൽ കാണാനായിട്ട് കഴിയുന്നത്. നമ്മളത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുകയുണ്ടായി. നാം പഠിച്ച് നിർത്തിയത് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. അപ്പോൾ നമ്മുടെ മർത്യ ശരീരത്തെ ജീവിപ്പിക്കുന്നത് നമ്മളിലുള്ളതായ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. അപ്പോൾ നമ്മെ ഈ ലോക ജീവിതത്തിൽ നടത്തുന്നതും അതുപോലെ തന്നെ നമ്മുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കുന്നതൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് എന്ന് നമ്മൾ പഠിച്ച് നിർത്തുകയുണ്ടായി. 12-ാമത്തെ വാക്യത്തിൽ ആകയാൽ സഹോദരന്മാരെ നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. ആകയാൽ സഹോദരന്മാരെ എന്ന് പറയുമ്പോൾ അതിന് മുമ്പ് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള എല്ലാ വാക്യങ്ങളും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ ആകയാൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിന് ഒരു കടക്കാരല്ല നമ്മൾ ആരും. കാരണം ആത്മാവിനെ നമ്മളിലേക്ക് ദൈവം നൽകിയിരിക്കുന്നു. ദൈവം തൻ്റെ ആത്മാവിനെ നമ്മളിൽ നൽകിയിരിക്കുന്നത് കൊണ്ട് ഇനി ജഡത്തെ അനുസരിച്ച് ജീവിക്കാനായിട്ടുള്ള യാതൊരു വക അനുവാദവും നമുക്കില്ല, അതൊട്ട് സാധ്യവുമല്ല എന്നുള്ളതാണ്. നമ്മൾ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. അപ്പോൾ ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതാണ് ചിന്തിക്കുന്നത്, അല്ലാതെ ജഡത്തിനുള്ളതല്ല ചിന്തിക്കുന്നത്. വീണ്ടും 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. അപ്പോൾ ദൈവം തൻ്റെ ആത്മാവിനെ നമ്മളിലേക്ക് നൽകി നമ്മളിലൊരു ആത്മസ്വഭാവം തന്നു. ഈ ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതാണ് ചിന്തിക്കുന്നത്, ജഡത്തിനുള്ളത് അല്ല. അത് നാം മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് ആത്മാവിനെ ലഭിച്ച് ആത്മസ്വഭാവമുള്ളവരായിട്ട് നാം തീർന്ന് അതുപോലെ തന്നെ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുമ്പോൾ പിന്നെ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നതിന് നമുക്ക് യാതൊരു ബാധ്യതയും ഇല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് ഒരു വിധത്തിൽ പറഞ്ഞാൽ അസാധ്യം എന്നുള്ളതാണ്. ജഡത്തെ അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് ഒരു ദൈവാത്മാവ് വസിക്കുന്നതായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ജഡത്തെ അനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞ ഒരു പരിപാടി ഇല്ല. കാരണം ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നത് പുതിയ നിയമ വിശ്വാസത്തിൽ പുതിയ നിയമ കർത്താവിൻ്റെ രക്തത്താൽ ഉളവാക്കിയതായിട്ടുള്ള ആ പുതിയ നിയമ ഉടമ്പടിയിൽ ഉൾപ്പെടുന്നതായിട്ടുള്ള ഒരു കാര്യമേ അല്ല. വല്ലപ്പോഴുമൊക്കെ ഒരു പക്ഷേ നാം പാപത്തിൽ വീണുപോയേക്കാം, അല്ലെങ്കിൽ ജഡത്തിൻ്റെ ഇഷ്ടത്തിന് വീണുപോയേക്കാം എന്നുള്ളതിനപ്പുറം
ജഡത്തെ അനുസരിച്ച് ജീവിക്കുക, അതായത് ജഡത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മുമ്പോട്ട് ജീവിക്കുന്ന ഒരു ജീവിതക്രമം എന്ന് പറയുന്നത് ദൈവാത്മാവുള്ള ഒരാൾക്ക് സാധ്യമല്ല എന്നാണ് നമുക്ക് ഈ വേദഭാഗങ്ങളിൽ നിന്ന് കാണുവാനായിട്ട് കഴിയുന്നത്. കാരണം എന്താണ്? ആത്മാവ് ഉണ്ട് എങ്കിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്ര. 9-ാം വാക്യം. ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതാണ് ചിന്തിക്കുന്നത്. 5-ാം വാക്യം. അതുകൊണ്ട് 12-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, ഇനി ജഡത്തെ അനുസരിച്ച് ജീവിക്കാനായിട്ടുള്ള യാതൊരു ബാധ്യതയും നമുക്കില്ല. നേരത്തെ ജഡത്തെ അനുസരിച്ച് ജീവിക്കുവാനേ നമുക്ക് കഴിയുമായിരുന്നുള്ളൂ. കാരണം നമ്മൾ ജഡസ്വഭാവമുള്ളവരായിരുന്നു, ആത്മാവ് നമ്മിൽ ഉണ്ടായിരുന്നില്ല. അതൊക്കെയും നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ജഡത്തിന് യാതൊരു ഘടവുമില്ല, ജഡത്തെ അനുസരിച്ച് ജീവിക്കാനുള്ള യാതൊരു ബാധ്യതയും ഇല്ല. നിങ്ങളിൽ ആത്മാവുണ്ട്, ആത്മാവിൻ്റെ സ്വഭാവമുള്ളവരാണ് നിങ്ങൾ. അതുകൊണ്ട് ആത്മാവിനുള്ളതാണ് ചിന്തിക്കുന്നത്. ഇനി നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുകയാണ് എന്ന് വെച്ചോ, അതാണ് അടുത്ത വാക്യം പറയുന്നത്. ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് യാതൊരു ഘടവുമില്ല, ആത്മാവുള്ളവർക്ക് അത് സാധ്യമല്ല. എന്നാൽ ഇനി നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ 13-ാമത്തെ വാക്യം പറയുന്നത് മരിക്കും നിശ്ചയം. അപ്പോൾ ആത്മാവ് ലഭിച്ചതായിട്ടുള്ള ആളുകൾക്കും ജഡത്തെ അനുസരിച്ച് ജീവിക്കാനായിട്ടുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവാത്മാവ് ഇല്ലാത്ത നിലയിലുള്ള ഒരു ജീവിതത്തിലേക്ക് പോവുക എന്നുള്ളതാണ്. കാരണം ആത്മാവ് ഉണ്ടെങ്കിൽ ആത്മസ്വഭാവമുണ്ട്, ആത്മസ്വഭാവമുണ്ടെങ്കിൽ ആത്മാവിനുള്ളത് ചിന്തിക്കുന്നു, ജഡത്തിനുള്ളതല്ല ചിന്തിക്കുന്നത്. അപ്പോൾ നാം വിശ്വാസത്താൽ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയിലേക്ക് വന്നതിന് ശേഷം നമ്മളിൽ ഉണ്ടാവുന്നതായിട്ടുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത് ദൈവാത്മാവിനെ ഒരു ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടി നമ്മെ പ്രാപ്തരാക്കുന്നതിന് നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുവാനായിട്ട് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ ആത്മാവിനെ ലഭിച്ചതിന് ശേഷവും നമ്മൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മെ തന്നെ ജഡത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നാം സമർപ്പിക്കുന്നു എന്നാണ് അർത്ഥം. ഇവിടെ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ജീവിതക്രമത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് എപ്പോഴെങ്കിലുമൊക്കെ ജഡത്തിൻ്റെ ഒരു ഇഷ്ടത്തിന് നാം മനഃപൂർവ്വമല്ലാതെ വിധേയപ്പെട്ടു പോകുന്നതിനെ കുറിച്ചല്ല, മറിച്ച് അതൊരു ജീവിത രീതിയായിട്ട് മാറുന്നു എങ്കിൽ ആണ്. യോഹന്നാൻ എഴുതിയ ലേഖനത്തിലും നാം വായിക്കുന്നത് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു. അതുപോലെ തന്നെ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ മരിക്കും നിശ്ചയം. ഇവിടെ മരിക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തുകയല്ല ചെയ്തിരിക്കുന്നത്, നിശ്ചയം. അതായത് അതിനെക്കുറിച്ച് യാതൊരു സംശയത്തിനും ആർക്കും ആവശ്യമില്ല. അതൊരു ആർക്കും തർക്കിക്കുവാനോ വാദിക്കുവാനോ മറുത്തു പറയുവാനോ വേറൊരു ഉപദേശം കൊണ്ടുവരാനോ ഒന്നും അവിടെ ആവശ്യമില്ല. ജഡത്തെ അനുസരിച്ചാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഒരവിശ്വാസിയുടെ ജീവിതമാണ് ജീവിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ മരിക്കും എന്നാണ്. 10-ാമത്തെ വാക്യത്തിൽ നമ്മളെന്താ വായിച്ചേ? ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. എന്നാൽ ഇവിടെ പറയുന്നു നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ഇവിടെ ശരീരം മരിക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ആരാണ് മരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ശരീരമാണോ അതെയോ ആത്മീയ മരണമാണോ അതെയോ ശരീരത്തിൻ്റെ മരണമാണോ എന്നുള്ളതിനെ കുറിച്ച് ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. എന്നാൽ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും എന്ന് പറയുമ്പോൾ അത് ശാരീരിക മരണമാണ് എങ്കിൽ ഈ ലോകത്തിൽ ആർക്കും പ്രതീക്ഷയ്ക്ക് വകയില്ല എന്നുള്ള തലത്തിലേക്ക് വരും. അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. ഒരു സഭയിലെ ഒരു പണ്ഡിതൻ എന്ന് പൊതുവിൽ അംഗീകരിക്കപ്പെടുന്നതായിട്ടുള്ള ഒരാൾ ഞാനുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം, ഇത് ശാരീരിക മരണമെന്നാണ്. അങ്ങനെയല്ല എന്നുള്ളത് ഒരു സാമാന്യ ബോധം മാത്രം നമുക്ക് മതി. കാരണം ഈ ശാരീരിക മരണമില്ലാത്തതായിട്ടുള്ള ഒരു മനുഷ്യൻ ലോകത്ത് ഒരു കാലത്തും ജീവിച്ചിട്ടില്ല. മനുഷ്യൻ്റെ ആയുസ്സിന് ദൈവം തന്നെ ഒരു പരിധി വെച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട്
ഇത് ശാരീരിക മരണത്തെക്കുറിച്ചല്ല. ശാരീരിക മരണത്തെക്കുറിച്ച് ആണെങ്കിൽ അത് വളരെ കൃത്യമായി അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. 10-ാമത്തെ വാക്യത്തിൽ ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. ആ വാക്തത്വം, അതായത് 10-ാമത്തെ വാക്യത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള വാക്തത്വം ഇങ്ങനെ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ അവർക്ക് ലഭ്യമല്ല എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ശരി, രണ്ടാമത്തെ ഭാഗം, 13-ാമത്തെ വാക്യത്തിന്റെ 2-ാം ഭാഗം, ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. അപ്പോൾ ഈ മരണം എന്ന് പറയുന്നത് ശാരീരിക മരണമല്ല എന്നുള്ളത് ഈ വാക്യത്തിന്റെ തന്നെ 2-ാം ഭാഗത്തിൽ നിന്നും വളരെ വ്യക്തമാണ്. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. അപ്പോൾ എന്തിനാണ് ദൈവാത്മാവിനെ നമ്മളിലേക്ക് നൽകിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനുത്തരം ഈ വാക്യത്തിലുണ്ട്. എന്തിനാണ് ദൈവാത്മാവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നൽകിയതിന് പല കാര്യങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്, ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. അതായത് ഈ ലോകത്തിലെ നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അത് ആത്മാവിനാൽ നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഈ ലോകത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. അല്ല, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ മരിക്കും. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതത്തെ എത്രയോ ലാഘവത്തോടു കൂടിയാണ് ഇന്ന് ലോകത്ത് വിശ്വാസികളെന്നും രക്ഷിക്കപ്പെട്ടവരെന്നും പറയുന്നവർ കാണുന്നത് എന്ന് ഒന്നാലോചിച്ച് നോക്കൂ. യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി ഏറ്റുപറയുകയും പിന്നെ ഒന്ന് സ്നാനപ്പെടുകയും ചെയ്തതിന് ശേഷം അവർ നയിക്കുന്നതായ, ലോകത്തിലെ ആളുകൾ നയിക്കുന്നതായ ജീവിതം എന്ന് പറയുന്നത് ഈ ഒരു വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തി നാം ചിന്തിച്ചാൽ അത് ഒരു ആത്മീക മരണത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മളിൽ ദൈവാത്മാവിനെ നൽകിയിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ മരിപ്പിക്കേണ്ടതായിട്ടുള്ള പ്രവൃത്തികൾ ധാരാളമുണ്ട്. നമ്മളുടെ ദേഹിയിലാണ് മിക്കവാറും എല്ലാ പാപങ്ങളുടെയും ഉറവിടം എന്ന് പറയുന്നത്. ശരീരത്തിലുമുണ്ട് എന്ന് നമ്മൾ ഇതിനു മുമ്പ് കഴിഞ്ഞ അധ്യായം പഠിച്ചപ്പോൾ ചിന്തിക്കുകയുണ്ടായി. പ്രധാനമായും നമ്മുടെ ദേഹിയിലാണ്, നമ്മുടെ ചിന്തയിലാണ് പാപം ഉത്ഭവിക്കുന്നത്. എന്നാൽ പാപം ശരീരവും മനസ്സും കൂടെ കൂടിയാണ് മിക്കവാറും എല്ലാ പാപവും ചെയ്യുന്നത്. ശരീരത്തിൻ്റെ ആവശ്യമില്ലാത്ത, അതായത് ചിന്തയിൽ മാത്രം ചെയ്യുന്നതായിട്ടുള്ള മോഹങ്ങളാകുന്ന പാപങ്ങളുണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ. പക്ഷെ അതിനും ഒരു ശരീരം ആവശ്യമാണ്. പ്രാണന് ശരീരത്തിൽ നിന്ന് വേർപെട്ട് ഒരു നിലനിൽപ്പില്ല എന്നുള്ളത് നമ്മൾ പഠിക്കുകയുണ്ടായി. അപ്പോൾ ദൈവാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മിൽ ദൈവാത്മാവ് ഉണ്ട് എങ്കിൽ നാം ആത്മസ്വഭാവമുള്ളവരാണ്. അതുപോലെ തന്നെ ആത്മാവിനുള്ള ചിന്തിക്കുന്നവരാണ്. നമ്മുടെ മർത്യശരീരങ്ങളെ ഈ ആത്മാവിനെ കൊണ്ട് ജീവിപ്പിക്കും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. നമ്മൾ ജഡത്തിൻ്റെ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ പ്രവൃത്തികൾക്ക് വിധേയപ്പെട്ടാണ് നമ്മുടെ ജീവിതം എന്ന് വരികിൽ നമ്മൾ വളരെ അപകടകരമായ ഒരു ആത്മീക അവസ്ഥയിലാണ് എന്ന് പറയേണ്ടതായിട്ട് വരും. പലപ്പോഴും ദൈവാത്മാവിൻ്റെ ആലോചനയ്ക്ക് കാത്തിരിക്കാതെ നമ്മളുടേതായിട്ടുള്ള, നമ്മുടെ ജഡത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതായിട്ടുള്ള താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ഒരു ജീവിതമാണ് ഇന്ന് അനേകർക്കും ക്രിസ്തീയ ലോകത്ത് ഉള്ളത്. അത് ഏത് മേഖലകളിലാണെങ്കിലും, ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ മേഖലകളിലും ആത്മാവ് ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ദൈവാത്മാവിൻ്റെ ഇഷ്ടം എന്ത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ആലോചനയില്ല. ദൈവവചനം എന്ത് പറയുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ആലോചനയില്ല. മറിച്ച്
നമ്മുടെ ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായിട്ടുള്ളത് ചെയ്തുകൊണ്ട് നമ്മൾ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് അപ്രകാരമാണ്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതായിട്ടുള്ള വാക്ക് മുമ്പേ നടന്നു ചെയ്തും കൊണ്ട് ആയിരുന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ ജീവിക്കുന്നതായിട്ടുള്ള ജീവിതം അങ്ങനെയുള്ള ഒരു ജീവിതമല്ല എന്നാണ് അവിടെ പറയുന്നത്. ഇവിടെ മറ്റൊരു ആത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. അവയിൽ നിങ്ങൾ, 2-ാമത്തെ വാക്യം, അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിന്റെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവരെയും അനുസരിച്ച് നടന്നു. അന്നും ഒരു ആത്മാവിനെ അനുസരിച്ചാണ് നടന്നിരുന്നത്. പക്ഷെ ആ ആത്മാവ് വേറെയായിരുന്നു. ആ ആത്മാവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അപ്പോൾ അന്നും ഒരു ആത്മാവ് ഉണ്ടായിരുന്നു, പക്ഷെ അത് ദൈവാത്മാവല്ല. അങ്ങനെ ഒരു ആത്മാവിനെ അനുസരിച്ച് നടന്നപ്പോഴാണ് എന്ത് സംഭവിച്ചത്? അവരുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായിട്ടുള്ളത് ചെയ്തു. അങ്ങനെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു എന്ന് പറയുന്നത്. ഇന്നും നമ്മുടെ ജഡമോഹങ്ങളിലാണ് നാം നടക്കുന്നതെങ്കിൽ, നമ്മുടെ ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായിട്ടുള്ളത് ചെയ്തുകൊണ്ടാണ് നാം ജീവിക്കുന്നതെങ്കിൽ, നാം അനുസരിക്കുന്നതായിട്ടുള്ള ആത്മാവ് ദൈവാത്മാവല്ല, മറിച്ച് അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിൻ്റെ അധിപതിയെ ആണ്. അവിടെയും ഒരു ആത്മാവുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. നാം വളരെ സൂക്ഷ്മതയോടെ ഈ കാര്യങ്ങളെ മനസ്സിലാക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ എപ്പോഴാണ് ആത്മാവിനെ അനുസരിച്ച് നടക്കാത്ത ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്? ആത്മാവിനെ സംബന്ധിച്ച് നാം ചിന്തിച്ചപ്പോൾ ആത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്നും കെടുത്തരുതെന്നും നിന്ദിക്കരുതെന്നും ഒക്കെ നമ്മൾ വചനം പഠിക്കുകയുണ്ടായി. അപ്പോൾ അവിടെ കോപിക്കരുത്, കോപിച്ചാൽ പാപം ചെയ്യരുത്, സൂര്യൻ അസ്തമിക്കുമ്പോഴും കോപം വെച്ചുകൊണ്ടിരിക്കരുത്. അങ്ങനെ കോപം വെച്ചുകൊണ്ടിരുന്നാൽ തന്നെ ആത്മാവ് ദുഃഖിക്കുന്ന ഒരു അവസരം നമുക്ക് വചനത്തിൽ തന്നെ കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ദൈവാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മുടെ ജീവിത വിശുദ്ധീകരണത്തിനാണ്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് നമുക്ക് മനസ്സിലായല്ലോ. നാം അങ്ങനെയാണ് ഇവിടെ വായിച്ചത്. ശരി, 14-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ്: ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ ആരാണ് എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചാൽ വചനത്തിൽ വളരെ കൃത്യമായ ഒരു നിർവചനമുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നാം വായിക്കുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്നവരായിട്ടുള്ള ആളുകളിലേക്ക് ദൈവം തൻ്റെ ആത്മാവിനെ പകരുകയും ആ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ ആണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ളത് ഒരു വിശദീകരണമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നമ്മളൊക്കെ നമ്മളെക്കുറിച്ച് ദൈവമക്കളാണ് എന്നുള്ള ഒരു അഭിമാന ചിന്ത നമ്മളിലുണ്ട്. ദൈവം ആണ് നമ്മളുടെ പിതാവ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം നമുക്ക് പിതാവാണ്. പക്ഷേ നാം ദൈവത്തിൻ്റെ മക്കളാണ് എന്നുള്ളത് നമ്മളുടെ ജീവിതത്തിലൂടെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നതിലൂടെ വെളിപ്പെടുത്തേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. ആത്മാവിനെ അനുസരിച്ചല്ല നാം നടക്കുന്നത്, ദൈവാത്മാവിനെ അനുസരിച്ചല്ല നാം നടക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ മക്കളാകുവാനായിട്ട്, അല്ലെങ്കിൽ മക്കൾ എന്ന് അവകാശപ്പെടുവാനായിട്ട് നമുക്ക് യാതൊരു യോഗ്യതയുമില്ല. ഇന്ന് ക്രിസ്തീയ ജീവിതത്തിലെ വിശ്വാസികളുടെ
സ്വർഗീയമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും ഒരാൾ അവകാശപ്പെടുന്നത് യഥാർത്ഥത്തിൽ അവർ എന്തെങ്കിലും ഒരിക്കൽ ഏറ്റുപറഞ്ഞ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതല്ലാതെ ദൈവവും അവരുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ഒരു കൂട്ടായ്മയോ അല്ലെങ്കിൽ ദൈവത്തോടൊത്തുള്ള ഒരു ജീവിതമോ ദൈവാത്മാവിന് വിധേയപ്പെടുന്നതിലോ ഒന്നുമല്ല എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അത് പിശാച് ഇന്ന് ക്രിസ്തീയ ലോകത്തെ വഞ്ചിച്ചിരിക്കുന്നതിൻ്റെ ഒരു ഏറ്റവും ഉദാത്തമായ ഉദാഹരണമാണ്. എന്നാൽ വചനത്തിൽ അങ്ങനെ നാം കാണുന്നില്ല എന്നുള്ളത് എത്രയോ കൃത്യമാണ്. അങ്ങനെ രക്ഷിക്കപ്പെട്ടു, അങ്ങനെ ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതുകൊണ്ടെല്ലാം അവസാനിക്കുമായിരുന്നുവെങ്കിൽ പിന്നെ ഈ ലേഖനങ്ങളുടെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല. നാം ഇപ്പോൾ പഠിക്കുന്നതായിട്ടുള്ള ലേഖനത്തിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്നുള്ളത് എത്രയോ ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ദൈവാത്മാവ് നടത്തുന്ന ആളുകളാണെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് നമുക്ക് നമ്മെക്കുറിച്ച് അവകാശപ്പെടുവാനായിട്ട് ദൈവം അനുവദിക്കുന്നുള്ളൂ, വചനം അനുവദിക്കുന്നുള്ളൂ എന്നുള്ളത് നാം ഓർക്കണം. പ്രിയമുള്ളവർ, നമ്മെ നടത്തുന്നത് ആരാണ്? ദൈവാത്മാവാണോ? ആ ആത്മാവിനാൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ നാം മരിപ്പിക്കുന്നുണ്ടോ? ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നമ്മളുടെ ജീവിതത്തിൽ എന്തെല്ലാം പാപകരമായിട്ടുള്ള സ്വഭാവങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം ഈ ദൈവാത്മാവിൻ്റെ കൃപയാലും ശക്തിയാലും ആത്മാവിനാൽ മരിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ് നമുക്ക് വെച്ചിരിക്കുന്നതായ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത്. 15-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുക, നിങ്ങൾക്ക് ഭയത്തിൻ്റെ ആവശ്യമില്ല. ഈ ലോകത്തിൽ നമുക്ക് ഒരുപക്ഷെ ഭയപ്പെട്ടു പോകാൻ സാധ്യതയുള്ള പല മേഖലകളും ഉണ്ടാകാം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ആത്മീയമായിട്ടുള്ള അവസ്ഥകളെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റേതൊരു അവസ്ഥകളെക്കുറിച്ചും ഒരു ഭയത്തിനുള്ള ഒരു സാധ്യത നമുക്കുണ്ടാകും. ഭയപ്പെടേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യവും നമുക്കില്ല. എന്നാൽ അങ്ങനെ ഭയപ്പെടേണ്ടതിന് ആവശ്യമില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ആവശ്യമില്ലാത്തത്? ഒരു ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് നമ്മൾ പ്രാപിച്ചത്. അതുകൊണ്ട് നമുക്ക് അബ്ബാ പിതാവേ, അപ്പ പിതാവേ എന്ന് നമുക്ക് വിളിക്കുവാനായിട്ടുള്ള അവകാശമുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് ഭയപ്പെടാൻ ആവശ്യമില്ലാത്തത്? ഈ സർവ്വപ്രപഞ്ചത്തെയും സൃഷ്ടിച്ചവനായിട്ടുള്ള ദൈവത്തെ, ആ ദൈവത്തിൻ്റെ ആത്മാവിനെ നമുക്ക് നൽകിക്കൊണ്ട് പുത്രന്മാരും പുത്രിമാരുമാക്കി തീർത്തതുകൊണ്ട് നമുക്ക് പേടിക്കുവാനായിട്ടുള്ള ആവശ്യമില്ല. നമ്മുടെ സ്വർഗീയ പിതാവിനേക്കാൾ ശക്തന്മാരോ ബലവാന്മാരോ ഏതെങ്കിലും നിലയിൽ ഉള്ളതായിട്ടുള്ള ഒരാളും ഈ ലോകത്തില്ല. അപ്പോൾ സർവ്വപ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടിതാവായ സർവജ്ഞാനിയും സർവശക്തനുമായിട്ടുള്ള ദൈവം നമുക്ക് പിതാവായിട്ടുള്ളപ്പോൾ നമുക്ക് ഈ ലോകത്തിൽ ഭയപ്പെടുവാനായിട്ട് ഒന്നുമില്ല, നമുക്ക് ആരെയും ഭയപ്പെടേണ്ടതായിട്ടുള്ള ആവശ്യമില്ല എന്ന് ഉള്ളത് എത്രയോ വലിയ ആശ്വാസമാണ് എന്ന് ഓർക്കണം. എന്നാൽ പ്രിയമുള്ളവരെ, പലപ്പോഴും ആ ഒരു സ്വാതന്ത്ര്യം, ദൈവം എൻ്റെ പിതാവാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലുള്ളതായ ആ സ്വാതന്ത്ര്യവും സമാധാനവും സന്തോഷവും ഇന്ന് അനേക വിശ്വാസികളും അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും ഭീരുത്വത്തിൻ്റെ അടിയിൽ ജീവിക്കുന്ന, തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിലും നമ്മൾ വായിക്കുന്നത്, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ അവൻ നമുക്ക് നൽകിയിരിക്കുന്നത്. യാതൊരു ഭയത്തിൻ്റെയും ആവശ്യം ഒരു ദൈവമകനെ സംബന്ധിച്ചിടത്തോളം, ഒരു ദൈവമകളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ല. ആവശ്യമില്ലാത്തൊരു ഭയമാണ് ഇന്ന് ലോകത്തിൽ ആളുകളെ നിയന്ത്രിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതിനേക്കാൾ നമ്മൾ പലപ്പോഴും നമ്മളുടെ ഭയം പോകുന്നത് ആരെങ്കിലുമൊക്കെ മനുഷ്യരെന്തെങ്കിലും നമ്മളോട് കാണിക്കുന്നതായിട്ടുള്ള അനുകൂല മനോഭാവത്തിലാണ്. മനുഷ്യർ നമ്മളോട് അനുകൂല മനോഭാവം കാണിക്കുമ്പോൾ നമ്മളുടെ ഭയം പോവുകയും, എന്നാൽ അതിനേക്കാളൊക്കെ വലിയവനായിട്ടുള്ളൊരു ദൈവം നമുക്ക് പിതാവായിട്ടുണ്ട്
എന്നുള്ളത് നമുക്ക് ആശ്വാസം തരികയും ചെയ്യുന്നില്ല എങ്കിൽ അതും നമ്മുടെ ഒരു ആത്മീക പ്രശ്നമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഒരു ഭയത്തിന്, ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ ആണെങ്കിൽ നമുക്ക് ഭയപ്പെടുവാൻ ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് നമുക്ക് എപ്പോഴും കർത്താവായ യേശുക്രിസ്തു ഒരുക്കിയിരിക്കുന്നതായ തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി പിതാവിൻ്റെ അടുക്കിലേക്കുള്ള ഒരു പ്രവേശനമുണ്ട്. അതാണ് നമ്മളുടെ ധൈര്യം എന്ന് പറയുന്നത്. അപ്പോൾ പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് നാം പ്രാപിച്ചത്. അതുകൊണ്ട് പിതാവെ എന്ന് വിളിച്ചുകൊണ്ട് പിതാവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് ചെല്ലുവാനായിട്ട് കഴിയും. നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് ആത്മാവ് ദാനം നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു ആത്മീക അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മൾ ദൈവമക്കളാണ് എന്ന് ഇങ്ങനെ നമ്മൾ പലപ്പോഴും നമ്മളൊരു പക്ഷേ ഏറ്റുപറഞ്ഞ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവകാശപ്പെടുന്നുണ്ടാവാം. എന്നാൽ ദൈവം നമ്മുടെ പിതാവാണ് എന്ന് നമ്മുടെ ആത്മാവ് നമ്മളുടെ എല്ലാ പ്രതിസന്ധി അല്ലെങ്കിൽ ഭയത്തിൻ്റെതായിട്ടുള്ള സമയങ്ങളിലും നമ്മുടെ ആത്മാവ് നിങ്ങളുടെ പിതാവ് സ്വർഗീയനാണ്, ആ പിതാവിൻ്റെ മക്കളാണ് നിങ്ങൾ, അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതായിട്ടുള്ള ആവശ്യമില്ല എന്ന് നമ്മളോട് പറയുന്നുണ്ടോ? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ, മറ്റൊന്നുമല്ല. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് എന്നുള്ളത് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അങ്ങനെ സ്ഥാനീയമായിട്ട് ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള ഒരു സ്ഥാനത്തേക്ക് നാം വീണ്ടും ജന്മം പ്രാപിക്കുമ്പോൾ എത്തുന്നു എന്നുള്ളത് ശരിയാണ്. എന്നാൽ നമുക്ക് ഭയപ്പെടേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങൾ ഒരു പിതാവിൻ്റെ മക്കളാണ്, അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടുവാനായിട്ട് ആവശ്യമില്ല എന്നുള്ളതായ ഒരു ദൈവിക ആലോചന, ആത്മാവിൻ്റെ ആലോചന നമുക്ക് ആത്മാവിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നമ്മളിൽ ദൈവാത്മാവ് വസിക്കുന്നുവെങ്കിൽ, ആത്മാവിനെ അനുസരിച്ച് നാം നടക്കുന്നുവെങ്കിൽ, ഈ ലോകത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും നമ്മളിലുള്ള ദൈവാത്മാവ് നമ്മളോട് പറയും, ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ദാസ്യത്വത്തിൻ്റെ ഒരു ആത്മാവല്ല, ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല, സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും അതുപോലെ തന്നെ പുത്രത്വത്തിൻ്റെയും നിങ്ങൾക്കൊരു പിതാവുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട എന്നുള്ളതായിട്ടുള്ള ആലോചന എപ്പോഴും ഈ ദൈവാത്മാവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഭയപ്പെടുവാനായിട്ട് ഒരാവശ്യമില്ല. ഈ ലോകത്തിലുള്ള ഒന്നും നമ്മെ ഭയപ്പെടുത്തുവാൻ പര്യാപ്തമല്ല. മരണം പോലും നമ്മെ ഭയപ്പെടുത്തുവാൻ ആവശ്യമില്ല എന്നുള്ളതാണ് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന, ആത്മാവിനെ പ്രാപിച്ചിരിക്കുന്ന ആളുകളുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ശരി പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മൾ മക്കളാണ് എന്ന് സാക്ഷ്യം പറയുമ്പോൾ, ആത്മാവ് സാക്ഷ്യം പറയുമ്പോൾ, നാം അവകാശികളുമാണ് എന്നാണ് അടുത്ത വാക്യം പറയുന്നത്. നമ്മൾ മക്കളാണ് എങ്കിൽ നമുക്ക് ചില അവകാശങ്ങളുണ്ട്. ഈ ലോകത്തിലെ മാതാപിതാക്കന്മാർക്ക് നമ്മൾ മക്കളാണ്. ആ മാതാപിതാക്കന്മാരുടെ എല്ലാ സ്വത്തിനും മക്കൾക്ക് ഒരു അവകാശമുണ്ട്. മക്കൾക്ക് പ്രത്യേകിച്ച് അവകാശമൊന്നും എഴുതി വയ്ക്കാതെ തന്നെ മാതാപിതാക്കന്മാർ മരിച്ചു പോയാൽ മക്കൾക്ക് എല്ലാവർക്കും ഒരു അവകാശമുണ്ട് എന്നുള്ളത് കൊണ്ട് ആ അവകാശത്തെ, പ്രത്യേകിച്ച് അവകാശമൊന്നും പറഞ്ഞു വെച്ചില്ലെങ്കിൽ പോലും നിയമപ്രകാരം നമുക്കൊരു അവകാശമുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ ഈ ദൈവത്തിൻ്റെ മക്കളാണ് നാം എങ്കിൽ, അതൊരു യാഥാർത്ഥ്യമാണ് എങ്കിൽ, ആ സ്ഥാനത്തോടു കൂടി തന്നെ നമുക്ക് ചില അവകാശങ്ങളുമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഭയപ്പെടുവാൻ ആവശ്യമില്ല എന്നാണ്. എന്തൊക്കെയാണ് അവകാശം? അതിനെക്കുറിച്ച് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ വായിക്കുന്നത്, സ്വർഗത്തിലുള്ള സകലത്തിനും, ഈ ഭൂമിയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അവകാശം, നമുക്ക് ശാശ്വതമായ അവകാശം ഒന്നും നമുക്ക് ഈ ഭൂമിയിലില്ല. സ്വർഗത്തിലാണ് നമ്മളുടെ അവകാശം. സ്വർഗത്തിലാണ് നമ്മുടെ പിതാവ്, സ്വർഗത്തിലാണ് നമ്മുടെ എല്ലാ അവകാശങ്ങളും. അത് ഒരു യാഥാർത്ഥ്യമാണ്. അതൊരു
യാഥാർത്ഥ്യമാണ്. ആ ഒരു അവകാശം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ സ്വർഗത്തിലെ സകല സമ്പന്നതയ്ക്കും ദൈവാത്മാവ് വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്കൊരു അവകാശമുണ്ട്. അത് ചോദ്യം ചെയ്യുവാനായിട്ടോ ഒന്നും ആർക്കും സാധ്യമല്ല. പക്ഷേ ആ അവകാശത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ക്രിസ്തുവിന് കൂട്ടവകാശികൾ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ നാം വസിക്കുന്നുവെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെയുള്ള ഒരു കൂട്ടവകാശമാണ് നമുക്കുള്ളത്. സ്വർഗത്തിലെ അവകാശങ്ങൾക്കെല്ലാം നമുക്ക് സ്വന്തമായിട്ടല്ല അവകാശം. നമ്മളുടെ ജ്യേഷ്ഠ സഹോദരനായ കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെയാണ്, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിലാണ് നമുക്കെല്ലാ അവകാശവും ഉള്ളത്. ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ക്രിസ്തുവിലാണ് നമുക്കെല്ലാ നന്മകളും വാഗ്ദത്തങ്ങളും അവകാശങ്ങളും പദവികളും. അത് ബൈബിളിലുടനീളം നമുക്കത് കാണുവാനായിട്ട് കഴിയും. ക്രിസ്തുവിലൂടെയാണ്, ക്രിസ്തുവിലാണ്, ക്രിസ്തുവിൽ വസിക്കുന്ന ആളുകൾക്ക് ആണ് എല്ലാ അവകാശങ്ങളും ഉള്ളത് എന്ന് നമുക്ക് എഫേസ്യർക്ക് എഴുതിയ ലേഖനം ഒന്ന് വായിച്ചു നോക്കിയാൽ ക്രിസ്തുവിൽ, അവനിൽ എന്ന് വളരെയധികം പ്രാവശ്യം, 20-ലധികം പ്രാവശ്യം നമ്മളുടെ അവകാശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് ക്രിസ്തുവിലാണ്, അവനിലൂടെയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ക്രിസ്തുവിന് എന്തെല്ലാം അവകാശങ്ങൾ സ്വർഗത്തിലുണ്ടോ അതിനെല്ലാം നമുക്ക് കൂട്ടവകാശമുണ്ട്. പിന്നെ നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. അപ്പോൾ ഈ അവകാശങ്ങളെല്ലാം നമുക്ക് സ്വന്തമായി കിട്ടണമെങ്കിൽ അതിനെക്കുറിച്ചാണ് തേജസ്കരണം. നമ്മുടെ തേജസ്കരണത്തിലാണ് നമ്മളുടെ നിത്യമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും നമുക്ക് ലഭിക്കുന്നത്. അതെല്ലാം നമുക്ക് ലഭിക്കണമെങ്കിൽ അവനോടുകൂടെ കഷ്ടം സഹിക്കണം. ആ കഷ്ടം സഹിക്കുന്ന ജീവിതമാണ് നമുക്ക് ഈ ലോകത്തിലുള്ളത്. ഈ ലോകത്തിലെ ദൈവമക്കളുടെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾ ഭയപ്പെടേണ്ടതിന് എന്ന് പറയുന്നുവല്ലോ. നമ്മൾ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുകയുണ്ടായി, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന്. ഭയം എപ്പോഴാണ് ഉണ്ടാകുന്നത്? നമ്മൾ ആഗ്രഹിക്കാത്ത നിലയിൽ നമ്മുടെ ജീവിതങ്ങൾ മുമ്പോട്ട് പോകുമ്പോഴാണ് ഭയമുണ്ടാകുന്നത്. അതിനെയാണ് നമ്മൾ കഷ്ടങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അവനോടുകൂടെ, കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ ഒരു തേജസ്കരണം, അതായത് സ്വർഗത്തിലുള്ള എല്ലാ അവകാശങ്ങൾക്കും ഒരു കൂട്ടവകാശം നമുക്ക് ലഭിക്കണമെങ്കിൽ അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. ക്രിസ്തുവിനോട് കൂടെ കഷ്ടം അനുഭവിക്കുക എന്ന് പറയുമ്പോൾ ക്രിസ്തു അനുഭവിച്ചതുപോലെയുള്ള കഷ്ടങ്ങളെല്ലാം നാമും അനുഭവിക്കേണ്ടതായിട്ട് വരും. ക്രിസ്തു കഷ്ടമനുഭവിച്ചത് കാൽവരിയിലെ ക്രൂശിൽ മാത്രമല്ല, സ്വന്തം ഇഷ്ടത്തെ മാറ്റിവെച്ച് പിതാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി താൻ ജീവിച്ചപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഉടനീളമുള്ള ഒരു കഷ്ടമുണ്ടായിരുന്നു. ക്രൂശിലും ഒരു കഷ്ടമുണ്ടായിരുന്നു. ക്രൂശിൽ കഷ്ടം അനുഭവിച്ചത് എന്തെങ്കിലും കുറ്റം ചെയ്തതുകൊണ്ടല്ല. അപ്പോൾ കുറ്റം ചെയ്യാതെയും നമുക്കെതിരെ യാതൊരു കുറ്റവും നാം ചെയ്യാതിരിക്കുമ്പോഴും നമുക്ക് കഷ്ടങ്ങളിലൂടെ കടന്നു പോകാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അതാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിനോട് കൂടെ കഷ്ടം സഹിക്കുക എന്ന് പറയുന്നത്. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് കഷ്ടം സഹിക്കുന്നത് ക്രിസ്തുവിനോട് കൂടെ കഷ്ടം സഹിക്കുന്നതല്ല. ശരി ചെയ്തിട്ട് അപമാനവും കഷ്ടവും സഹിക്കുന്നതാണ് ക്രിസ്തുവിനോട് കൂടി നാം കഷ്ടം സഹിക്കുന്നത്. അപ്പോൾ അവനോടുകൂടി തേജസ്കരിക്കപ്പെടേണ്ടതിന്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സകല അവകാശവും ക്രിസ്തുവിനോടുകൂടി ഒരു കൂട്ടവകാശമായിട്ട് നമുക്ക് ലഭിക്കണമെങ്കിൽ നാം അവനോടുകൂടെ കഷ്ടം അനുഭവിക്കേണ്ടത് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ക്രിസ്തീയ ജീവിതം എന്ത് എന്നുള്ളത് നാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ദൈവത്തിന് പ്രസാദകരമായ ദൈവവചനപ്രകാരം നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയിരിക്കുന്നതായിട്ടുള്ള വചനം, ആ ജീവിതം നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവം നമ്മെല്ലാവരെയും ഇക്കാര്യത്തിൽ സഹായിക്കട്ടെ. അവൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.